ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. ഒരു വീക്കെൻഡിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയ കിച്ചൺ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ചായ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ഓരോരോ ചപ്പാത്തി ചുട്ട് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഇന്ന് കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നു. എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള കുക്കർ പൊട്ടറ്റോ കറി എന്ന് പറഞ്ഞിട്ട് തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു മഞ്ഞ കളറിനുള്ള കുക്കർ പൊട്ടറ്റോ കറി. അപ്പോൾ അത് ഒരു എക്സ്ട്രാ കുറച്ച് ഞാൻ വെച്ചിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിലത്തേനും കൂടി ഞാൻ ആ പൊട്ടറ്റോ കറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറിയുടെ കൂടെ പൊട്ടറ്റോ മാത്രം കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 2-3 മുട്ടയും കൂടെ ബോയിൽ ചെയ്ത് നമ്മുടെ കിഴങ്ങ് കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ ഫുഡ് റെഡിയായി, കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ ഞാനിന്ന് കഴിക്കാനായിട്ട് എടുക്കുന്നത് 2 ചപ്പാത്തിയും അതുപോലെ തന്നെ പൊട്ടറ്റോ കറി, പൊട്ടറ്റോയും വിത്ത് ബോയിൽഡ് എഗ്ഗ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പൊട്ടറ്റോ കറി എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെ എങ്ങാണ്ടാണ് കഴിച്ചത്. അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു തേങ്ങ ചേർത്തിട്ടുള്ള മഞ്ഞ കളറിനുള്ള കറി എന്ന് പറയുന്നത് എനിക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ചപ്പാത്തിയുടെ കൂടെ ഈ ഒരു കറി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഒരു മുട്ടയും കൂടെ പുഴുങ്ങിയിടുമ്പോഴത്തേനും അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ പൊട്ടറ്റോ കറിയും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും ഒരു കപ്പ് ചായയും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് എരിവൊന്നും ഉള്ള ഒരു കറിയല്ല, കാരണം നമ്മൾ ഗ്രീൻ ചില്ലി ആവശ്യത്തിന്, അതായത് നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ചില്ലി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡർ നമുക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്യാം ഈ ഒരു കറിയിൽ. പക്ഷേ ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്തില്ല, കാരണം ഗ്രീൻ ചില്ലിയിൽ നിന്ന് തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിലുള്ള എരിവുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഈ ഒരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കിഴങ്ങ് കറിക്ക് ഒരു മൈൽഡ് ആ തേങ്ങയുടെ ആ ഒരു ചെറിയൊരു സ്വീറ്റ് ഉണ്ടല്ലോ, ചെറിയൊരു മധുരം, അപ്പോൾ അതൊക്കെയുണ്ട്. അപ്പോൾ ഗ്രീൻ ചില്ലിയുടെ ഒരു എരിവുണ്ട്, അതുപോലെ തന്നെ തേങ്ങയുടെയൊക്കെ ഒരു മധുരമൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതിനുശേഷം ഒരു ഓറഞ്ച്, ഈ ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ചാണ്, സീഡ്ലെസ് ഓറഞ്ചാണ്, വളരെ ചെറിയ ഓറഞ്ച്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സാലഡ്, കോണും ബ്രോക്കോളി അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ബട്ടറിലൊന്ന് സോർട്ട് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി വെജിറ്റബിൾ സാലഡ് കഴിച്ചു. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാൻ മക്കളും കൂടെ കഴിക്കുന്നത് കൊണ്ട് ഈ ബോയിൽഡ് വെജിറ്റബിൾസ് ഞാൻ കുട്ടികൾക്കും കൂടെ റെഡിയാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്തില്ല, ബട്ടറിൽ ഒന്ന് സോർട്ട് ചെയ്ത് എടുത്തതാണ്. കോൺ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ആവി കയറ്റിയെടുത്തു. ബ്രോക്കോളിയും അതുപോലെ തന്നെ ക്യാരറ്റും ബട്ടറിലൊന്ന് സോർട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് 3 വെജിറ്റബിൾസും ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ബട്ടറിലേക്ക് സോർട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ ലഞ്ചെന്ന് പറയുന്നത് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഹെവി ആയിട്ടുള്ള ചോറും കറികളും ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈറ്റ് മീൽസ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഓട്സ് സ്മൂത്തിയാണ് റെഡിയാക്കി കഴിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ യമ്മി ഹെൽത്തി ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയിൽ. ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഹണിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്, പിന്നെ കുറച്ച് കൂടുതൽ ആപ്പിളും, പിന്നെ കുറച്ച് റോബസ്റ്റ പഴം, അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ്, കുറച്ച് കാഷ്യൂ നട്ട്, അതൊക്കെ ചേർന്നിട്ട് കുറച്ച്
തിക്കായിട്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ വളരെ ടേസ്റ്റാണ്. ആ ഡേറ്റ്സും അതുപോലെ തന്നെ ആ നട്ട്സും ആപ്പിളും ബനാനയും എല്ലാം കൂടെ കടിക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നില്ല, കാരണം ഇക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനും കുറച്ച് തണുപ്പിച്ചിട്ട് ആണ് കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് തണുപ്പ് വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങ് ചെറു ചൂടോടുകൂടി കുടിക്കുകയാണ്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും ചോറൊന്നും കഴിക്കാത്തത് കൊണ്ടും ഓട്സ് ആയതുകൊണ്ടും ചെറുതായിട്ടൊന്ന് ഒരു വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എഗ്ഗ് ഓംലെറ്റ് അടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും ഗ്രീൻ ചില്ലി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളിതാ എഗ്ഗ് ഓംലെറ്റ് അടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഒരു എഗ്ഗ് ഓംലെറ്റ് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഒരു എഗ്ഗ് ഓംലെറ്റും കൂടി അടിച്ച് കഴിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത്. അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം ഞാൻ ഈ ഒരു പാനിൽ മുട്ട പൊരിക്കുന്നത് ഈയിടെയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ നോൺ സ്റ്റിക്ക് പാനല്ല, നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോഴത്തേനും കുറച്ച് തിന്നായിട്ടുള്ള ഓംലെറ്റാണ് കിട്ടുന്നത്. ഇത് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു പഴയ ഒരു പാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് ഇപ്പം മുട്ട പൊരിക്കൽ കലാപരിപാടി ചെയ്യുന്നത്. കാരണം കുറച്ച് തിക്കായിട്ടുള്ള എഗ്ഗ്, ഇതൊരു പ്രത്യേക ടേസ്റ്റ്. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു സെറ്റപ്പിലുള്ള ഒരു എഗ് ഓംലെറ്റ്. അപ്പോൾ അതാ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ സൈഡായിട്ടൊന്നും കഴിക്കുന്നില്ല, 2 മുട്ട അങ്ങ് ഓംലെറ്റ് അടിച്ച് കഴിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹെവി ആയിട്ട് ഇന്ന് ചോറും കറികളും ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ചപ്പാത്തി ഉച്ചയ്ക്ക് വീണ്ടും എടുക്കാൻ തോന്നിയില്ല. കാര്യം വെച്ചാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓട്സും അതുപോലെ തന്നെ 2 മുട്ട പൊരിച്ചതുമൊക്കെ കഴിച്ചിട്ട് വിശപ്പങ്ങ് ഒതുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ഗ്രീൻ ചില്ലി നടുവേ 4ആയിട്ട് കീറിയിട്ട് കൊച്ചായിട്ട് ഇടുന്നു. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഓൾറെഡി അത് നമ്മൾ കഴിക്കുമ്പോൾ അതറിയാതെ പോയിക്കോളും. അതിനുശേഷം മക്കൾക്ക് സ്വീറ്റ് മധുരമായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിതാ ഒരു ഐസ്ക്രീം എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഷെയർ ചെയ്ത് കഴിച്ചതാണ്. ഇത് റാസ്ബെറി വൈറ്റ് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഐസ്ക്രീംസൊക്കെ എടുക്കുമ്പോഴത്തേനും ഒരെണ്ണമൊക്കെ എടുക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യാത്ത ഏതെങ്കിലും 1-2 ഫ്ലേവർ അങ്ങ് എടുത്ത് അത് കുറച്ച് ഷെയർ ചെയ്ത് കഴിക്കലാണ് സാധാരണ നോർമലി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള പതിവ്. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒന്ന് ഡിന്നറിന് വേണ്ടി പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് മുന്നേ ഇക്കായും ഇന്ന് കാര്യമായിട്ട് ലഞ്ചും കാര്യങ്ങളൊന്നും കഴിച്ചില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ചെറുതായിട്ടൊന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കിച്ചണിൽ കയറി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു 2-3 ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇത് എനിക്കും മക്കൾക്കും ഇക്കാക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കുറച്ച് പോർഷൻ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ആ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മുടെ ബനാന എന്ന് പറയുന്നത് കുറച്ച് നേരം ഒന്ന് കിടന്ന് സോട്ട് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവം, ബനാന റെസിപ്പിയാണ്, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 2-3 ഏലക്കായും കൂടെ പൊട്ടിച്ച് ഇട്ടു. പിന്നെ ഇതിലേക്ക് നമ്മൾ പല ഐറ്റംസ് ആഡ് ചെയ്യുമല്ലോ. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല, ഷുഗർ ആഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഏത്തപ്പഴം തന്നെ ഓൾറെഡി സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് എക്സ്ട്രാ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് കോഫി വേണ്ട, ഞാൻ ഓട്സും കാര്യങ്ങളൊക്കെ കുടിച്ചാണല്ലോ. ഇക്കാക്ക് വേണ്ടി മാത്രം 1 കപ്പ് ബ്ലാക്ക് കോഫി ഇടുകയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇക്ക ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു കാപ്പിയും എന്തെങ്കിലും സ്നാക്കും ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ. അപ്പം നമ്മൾ കാഷ്യൂനട്ട് ഇട്ടു. കാഷ്യൂനട്ട് ഇട്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു പിടി തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ടു. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് പാൻ എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 3-4 ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ടു. അതൊന്ന് സോട്ടായി, അതൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ കാഷ്യൂനട്ട് ഞാൻ പൊട്ടിച്ചല്ല ഇട്ടിരിക്കുന്നത്, ഒരു ഫുള്ളോട് കൂടിയിട്ടുള്ള കാഷ്യൂനട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് റോസ്റ്റായി കഴിയുമ്പോൾ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കാഷ്യൂനട്ട് ഇട്ടു. ആ കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഒരു പിടി തേങ്ങ ഇട്ടു. അതിന് ശേഷം ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് ഗീ ആഡ് ചെയ്യുകയാണ്. ഇത് ഹോം മെയ്ഡ് ഗീ ആണ്, അമ്മച്ചി സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഗീ ആണ്. അപ്പോൾ ഇത് മെയിൻലി ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് ഗീയിലും കൂടെ ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ. പിന്നെ ഇത് ഒന്ന് റോസ്റ്റ് ആവട്ടെ, നമ്മുടെ ആ ഒരു പഴം ഉണ്ടല്ലോ, ആ ഒരു പഴം എന്ന് പറയുന്നത്
അപ്പോൾ നമ്മുടെ ഈ ബനാന റെസിപ്പിയുടെ എന്താ പറയുക ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഗീയിൽ കിടന്നിട്ട് ആ ഒരു കൊക്കനട്ട് ഓയിലിൽ കിടന്നിട്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ വരണം. എന്താണ് നമ്മുടെ ബനാനയും അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ടും ഒക്കെ ഒരു ലൈറ്റ് ബ്രൗൺ അവിടെ ഇവിടെയൊക്കെ വരണം. അങ്ങനെ ആകുമ്പോഴത്തേനും ഒന്ന് മൊരിയണം. ആ മൊരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ചൂടോട് കൂടിയിട്ട് സ്പൂണിൽ കോരി കോരി കഴിക്കുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് എപ്പോഴൊന്നുമില്ല, ഇടയ്ക്ക് ഇത് ഈവനിങ്ങിന് സ്നാക്കായിട്ട് നമ്മൾ വീട്ടിൽ ഏത്തപ്പഴമുള്ള ദിവസങ്ങളിൽ നമ്മൾ റെഡിയാക്കാറുണ്ട്. ഇതിന് കുറച്ച് പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അങ്ങനെയാണ്. അപ്പം ഏലക്ക ആക്കി ഇടുന്നതുകൊണ്ട് തന്നെ ഏലക്കയുടെ ഒരു മൈൽഡ് ഫ്ലേവറും എല്ലാം കൂടെ ചേർന്നിട്ട്, ഇപ്പോൾ ഇത് എനിക്കുള്ള കോഫിയല്ല, ഇക്കാക്ക് വേണ്ടിയിട്ട് കോഫി ഒഴിച്ചു വെക്കുകയാണ് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ കാഷ്യൂനട്ടും ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത്തപ്പഴവും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ റെസിപ്പിയുടെ പേരെന്ന് പറയുന്നത് എനിക്ക് വിട്ടുപോയി, എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ ഈ റെസിപ്പിയുടെ, ഈ ഒരു ബനാന റെസിപ്പിയുടെ പേരെന്ന് പറയുന്നത് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പഴം ഞുറുക്കിയതാണോ പഴം ഞുറുക്കാണോ എനിക്കറിയില്ല. ഇത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാർ വൈകുന്നേരം ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യാറില്ല, കാരണം നമുക്ക് ആ ഒരു തേങ്ങാടയും അതുപോലെ തന്നെ ആ ഒരു ഏത്തപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു മധുരം ഉണ്ടല്ലോ, അത് എല്ലാം കൂടെ ചേർത്തിട്ട് വായിൽ ചവച്ചരച്ച് കഴിക്കുമ്പോഴത്തേന് ആ ഒരു സ്വീറ്റ് തന്നെ ധാരാളം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈവനിങ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ട് കുറച്ച് പർച്ചേസ് വിശേഷങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ അൽക്കൂസിലെ അൽഫാൻ എന്ന് പറയുന്ന അൽഫാൻ എമിറേറ്റ്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഷോപ്പിൽ പോയി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന ദുബായിലുള്ളവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഡ്രസ്സും വളരെ അഫോർഡബിൾ പ്രൈസിന് അല്ലെങ്കിൽ വളരെ ലോ പ്രൈസിന് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അൽക്കൂസിലെ അൽഫാൻ എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അൽഫാൻ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാനിതറിഞ്ഞത്. അപ്പോൾ ആ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കിത് ഒരുപാട് യൂസ്ഫുള്ളായി. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക കിഡ്സിൻ്റെ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും, അതുപോലെ തന്നെ ലേഡീസിൻ്റെ എന്താ പറയുക ഡ്രസ്സ്, ജെൻസിൻ്റെ ഡ്രസ്സ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും, അതായത് കുട്ടികൾക്ക് വേണ്ട ബർത്ത്ഡേ ഡ്രസ്സസ്, പാർട്ടി വെയേഴ്സ്. ഞാൻ മെയിനായിട്ട് ഇതെടുക്കാനാണ് വന്നത്. ഞാൻ കോഡ് സെറ്റ്സ് എനിക്ക് കുറച്ച് വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് വിയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് ഈ കോഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ സ്ലീവൊക്കെ ആയിട്ട് വളരെ ലൂസായിട്ടുള്ള ബോട്ടം ആൻഡ് ടോപ്പ് വരുന്ന ഈ ഒരു ടൈപ്പ് കോഡ് സെറ്റ് ഞാൻ കുറച്ച് എടുത്തു. അത് ഒന്ന് ട്രയൽ റൂമിൽ പോയിട്ട് ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം തൊട്ട് പുറത്തായിട്ട് കിഡ്സിൻ്റെ എന്താ പറയുക കുറച്ച് പ്ലേയിങ് മെറ്റീരിയൽസും കുറച്ച് പ്ലേ ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു അൽഫാൻ എമിറേറ്റ്സിൽ തന്നെ, ആ ഷോപ്പിൽ തന്നെ. അപ്പോൾ കുട്ടികൾ അത് കുറച്ച് നേരം കളിക്കുകയാണ്. അപ്പോൾ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം ഞാൻ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. ഞാൻ കംപ്ലീറ്റ് ഒരു പർച്ചേസ് വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞാൻ ആ ഒരു കോഡ് സെറ്റും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. അങ്ങനത്തെയുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ലൊരു സ്പോട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഷോപ്പുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. മാക്സിലാണെങ്കിലും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കയറി ഇറങ്ങി. എനിക്ക് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഡ് സെറ്റ് കിട്ടിയിട്ടില്ല. അപ്പം ആ ഫ്രണ്ട്സ് പറഞ്ഞു തന്ന ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. അപ്പം എൻ്റെ ഈ വീഡിയോയിലൂടെ ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ അൽക്കൂസിൽ നിന്ന് വിട്ട് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഫുഡ് ഡിന്നർ കഴിക്കാനായിട്ട് നമുക്ക് ഇന്ന് കുറച്ച് ഫിഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ
ബുക്കത്വർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എന്താ പറയുക ഒരു ഫിഷ് ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഞാൻ ഏറ്റവും ആദ്യം നമ്മൾ കയറി, അപ്പോൾ നമുക്ക് വേണ്ട ഫിഷ് നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുക, അവരത് റെഡിയാക്കി നമുക്കിതാ കഴിക്കുന്ന ടേബിളിലേക്ക് കൊണ്ട് തരും. അപ്പോൾ ഈ ഫിഷ് എന്ന് പറയുന്നത് ഏകദേശം 1 കിലോ വെയിറ്റുള്ള ഒരു വളരെ ബിഗായിട്ടുള്ള ഒരു ഫിഷാണ്. കാര്യം ഞാനും ഇക്കായും സാറായും മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു ചെറിയ പീസ് ഫിഷ് നോക്കി, പക്ഷേ അവിടുത്തെ ഏറ്റവും ചെറുതെന്ന് പറയുന്ന 1 kg ഉള്ള ആ ഒരു ഫിഷായിരുന്നു. പിന്നെ അതാ നമ്മൾ കുറച്ച് പ്രോൺസും കൂടി ഫ്രൈ ചെയ്തത് വാങ്ങിച്ചു. ഫിഷ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യത്തില്ലേ, ആ ഒരു അടിപൊളിയായിട്ട് ആ ഒരു ഡീപ്പ് ഫ്രൈയിൽ എനിക്ക് പുറത്ത് സാധാരണ ഇങ്ങനെ ഫിഷസ് ഒന്നും പുറത്ത് പോയി കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. വളരെ തൃപ്തിയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ഫിഷ് ഐറ്റംസ്, സീ ഫുഡ് ഐറ്റംസൊക്കെ പുറത്ത് പോയി കഴിക്കാറുള്ളൂ. അങ്ങനെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർ നമുക്ക് റെഡിയാക്കി തരുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നല്ല എന്താ പറയുക കോക്കനട്ട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ സെയിം അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ സൈഡായിട്ട് നമ്മൾ കഴിക്കാൻ വാങ്ങിച്ചിരുന്നത് റൈസും അതുപോലെ തന്നെ പൊറോട്ടയും ആയിരുന്നു. പിന്നെ എക്സ്ട്രാ ഫിഷ് കറി ഗ്രേവിയൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണമായിരുന്നു. ഒരു രക്ഷയിലായിരുന്നു. പിന്നെ 1 kg ഫിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സൈഡായിട്ടുള്ള റൈസും പൊറോട്ടയും ഒന്നും ഒരുപാട് കഴിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഷ് നമ്മൾ ആഞ്ഞു പിടിച്ചാലേ തീരത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും ആഞ്ഞു പിടിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഫിഷും പ്രോൺസും തീരത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഫിഷ് എന്ന് പറയുന്നത് കുറച്ച് ഹ്യൂജ് ആയിരുന്നു. അപ്പോൾ നമുക്കെന്ന് പറയുന്ന ഒരു 1/2 kg ഫിഷൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് പോർഷൻ ധാരാളമായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല, ചെറിയ ഫിഷസ് ഇന്ന് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോയത് കൊണ്ട് എനിക്ക് തോന്നി ചെറിയ ഫിഷസൊക്കെ ഏകദേശം കഴിഞ്ഞ് കാണും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്താണേലും വളരെ ഹാപ്പിയായി, വളരെ സാറ്റിസ്ഫൈഡായി. കാര്യം എന്താണെന്ന് വെച്ചാൽ വയറും നിറഞ്ഞു, അതുപോലെ തന്നെ മനസ്സും നിറഞ്ഞു. സാധാരണ ഫിഷ് ഐറ്റംസൊക്കെ കഴിക്കുമ്പോഴത്തേനും അത്ര തൃപ്തി അല്ലാതെയാണ് ഓരോ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങാറ്. ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. ഭയങ്കര എൻ്റെ മസാലയാണെങ്കിലും എന്താ പറയുക, നമ്മുടെ നോർമൽ നമ്മുടെ വീടുകളിലൊക്കെ പൊരിക്കുന്ന ആ ഒരു നോർമൽ മസാല. അപ്പോൾ അതാ ഞാൻ ഫിഷും പ്രോൺസും അവരുടെ ആ ഒരു മീൻ കറി ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ്. ഞാൻ പൊറോട്ട അധികം എടുത്ത് കഴിച്ചില്ല. എനിക്ക് ആ റൈസും പ്രോൺസ് ഫ്രൈയും ഫിഷ് ഫ്രൈയും മീൻ കറിയും ചേർത്ത് കഴിച്ചപ്പോൾ തന്നെ അടിപൊളി. ആവശ്യമില്ലാത്ത പൊറോട്ടാനെയൊന്നും ഞാൻ വിളിച്ച് കയറ്റിയില്ല. അങ്ങനെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ പോയി കഴിച്ച നമ്മുടെ സ്പെഷ്യൽ ഡിന്നറാണ്. അപ്പോൾ അതാ നമ്മൾ ഫിഷൊക്കെ ഉണ്ടല്ലോ, രണ്ട് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് ആവശ്യത്തിന് മൊരിഞ്ഞിട്ട് വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ നമുക്ക് ഒരു കുറച്ച് പോലും നമുക്ക് വേസ്റ്റ് ആക്കേണ്ടി വന്നില്ല. ആ ഒരു മുള്ളുള്ള പോർഷൻ വരെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് പർച്ചേസ് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡിന്നർ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സീ ഫുഡ് ഡിന്നറും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വെച്ചിട്ട് രാവിലെ എൻ്റെ കുറച്ച് ഹോംലി ഡിഷസും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ, അതായത് ഈ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കംപ്ലീറ്റ്, അതായത് തൂത്ത് തുടച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വാങ്ങിക്കുമ്പോഴത്തേനും അത് വേസ്റ്റ് ആക്കാതെ കഴിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയുണ്ട്. അപ്പോൾ അതിനുശേഷം മക്കൾക്ക് ഐസ്ക്രീം, എവിടെ പോയാലും കബോർഡ് തുറന്നിട്ട് ഒരു ഐസ്ക്രീം എടുക്കൽ നിർബന്ധമാണ്. ഞാനപ്പോൾ ട്രൈ ചെയ്യാത്ത ബ്ലൂബെറി ചോക്ലേറ്റ് ഫ്ലേവറായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഒരെണ്ണം എടുത്തുള്ളൂ. അപ്പോൾ ആ ഐസ്ക്രീം എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും പർച്ചേസും വീക്കെൻഡ് വിശേഷങ്ങളും എല്ലാം. അപ്പോൾ ഞാനിത് ഐസ്ക്രീം ഒരു ബൈറ്റ് എടുത്തതാണ്. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.